ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മൾ ഡെമോ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ലാലേട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. ഇന്നാണ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഡേറ്റ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ ബർത്ത്ഡേ റിലേറ്റീവിൻ്റെ വീഡിയോ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത്. ബർത്ത്ഡേ വീഡിയോ ചെയ്യേണ്ട ആളുടെ ഫോട്ടോസുകൾ നിങ്ങൾ ആദ്യം തന്നെ എടുത്തു വെക്കുക. അതിന് ശേഷമാണ് എഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്യിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമുക്കിതുപോലെ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് എഫക്റ്റിൻ്റെ ലിങ്കും അതുപോലെ ബീറ്റ് മാർക്കറ്റ് ലിങ്കും പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രീസെറ്റ് യൂസ് ചെയ്യുക. പ്രീസെറ്റ് ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നമുക്ക് ഈ ലിങ്ക് ആയിരിക്കും അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഡാകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 21 ബീറ്റ് മാർക്കും 21 എഫക്റ്റും കാണാൻ സാധിക്കും. ഇവിടെ എഡിറ്റ് ചെയ്യുന്നത് ബീറ്റ് മാർക്കിൻ്റെ ടേബിളിലാണ്. നിങ്ങൾ ആ ടേബിൾ ഓപ്പൺ ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും. ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി എഡിറ്റ് ചെയ്യാം. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 4 സെക്കൻഡ് 9 മില്ലി സെക്കൻഡ് മുതൽ മെയ് 21 കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ടെസ്റ്റ് എടുത്ത ശേഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഡേറ്റ്, അതായത് ബർത്ത്ഡേ ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ജൂൺ എന്ന് കൊടുക്കുക. ഞാനിത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ജൂൺ ക്യാപിറ്റൽ ലെറ്ററിൽ കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. ജൂണിന് കൊടുത്ത ശേഷം ഇപ്പോൾ ഡേറ്റ് ഉണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു 12 ഉപയോഗിക്കുക. 12th TH ഇവിടെ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ജൂൺ 12 കൊടുക്കുന്നു. ഇപ്പോൾ ഈ കംപ്ലീറ്റ് ആക്ടറും താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുവാണ്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എഴുതി കൊടുക്കേണ്ടവർക്ക് വിഷിംഗ് എന്നോ എന്തെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷിംഗ് എന്നോ എന്തെങ്കിലും വേണമെങ്കിൽ എഴുതി കൊടുക്കാം. ഇതൊന്നുമില്ല എങ്കിൽ ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതുപോലെ കറക്റ്റായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം മുകളിൽ കാണുന്ന ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക്, അതായത് റെഡ് ലൈൻ കാണുന്നുണ്ടല്ലോ, അവിടെ നിങ്ങൾക്ക് ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് എടുക്കുക. ഇവിടെ നമുക്ക് പേര് കൊടുക്കണം, സ്ഥലമുണ്ടല്ലോ. ഇതിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ ഫോർ എക്സാമ്പിൾ രാഹുൽ എന്നുള്ള പേരാണെങ്കിൽ നമ്മളിങ്ങനെ രാഹുൽ എന്ന് ടൈപ്പ് ചെയ്തെടുക്കുക. ഇത്രയും മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക്, അതായത് നെക്സ്റ്റ് 10 സെക്കൻഡ് 15 മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ ഇതിൽ കറക്റ്റായിട്ട് എൻഡ് വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്താൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുന്നിട്ട് ഇവിടെ ലാലേട്ടൻ്റെ ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഡ്രാഗ് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക, ചെറിയ ഫോട്ടോ ആണെങ്കിൽ മാത്രം. അതിനുശേഷം നെക്സ്റ്റ് റെഡ് ലൈൻ എടുത്തിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക. വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെയും ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 2 ഫോട്ടോ ആഡ് ചെയ്യുന്ന ഞാൻ മനസ്സിലായി. ഇതുപോലെ തന്നെ എൻഡ് വരെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ കംപ്ലീറ്റ് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം ആണ് ഈ കാണുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് എൻഡ് വരെ ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്കിതിനകത്ത് എഫക്റ്റ് കൊടുക്കണമല്ലോ. എഫക്റ്റ് നമ്മൾ പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് അടിക്കുക. എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് 3 ഫോട്ടോസുകൾ കാണാൻ സാധിക്കും. കാണുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഓരോ ഫോട്ടോയും പറയുന്ന ഫോട്ടോയ്ക്ക് മാത്രം അപ്ലൈ കൊടുക്കുക. എങ്ങനെ എഫക്റ്റ് എടുക്കണമെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക. റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന എഫക്റ്റ് എടുക്കുക. അതിനുശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ അല്ലേ. ഫസ്റ്റ് ഫോട്ടോ എടുത്തു. അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്തിരിക്കുന്ന 3 ഫോട്ടോയിൽ മാത്രം അപ്ലൈ കൊടുക്കുക. അതായത് 10 സെക്കൻഡ് 15 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന 3 ഫോട്ടോ. ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ഫോട്ടോയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ. അപ്പോൾ നമുക്ക് ആ എഫക്റ്റ് കംപ്ലീറ്റ് അവിടെ ലഭിച്ചു. കാണുന്നുണ്ടല്ലോ. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് എടുക്കുക, 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ. ഈ 3 സ്റ്റാർട്ടിങ്ങിലുള്ള 3 ഫോട്ടോയിൽ മാത്രം ഈ എഫക്റ്റ് അപ്ലൈ കൊടുക്കുക.
വേറെ ഒരു ഫോട്ടോയും കൊടുക്കരുത്, 3 ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്ത ശേഷം ബാക്ക് അടിക്കുക. 14 സെക്കൻഡ് 52 മില്ലി സെക്കൻഡിന് ശേഷം നമ്മൾ അടുത്ത ഒരു എഫക്റ്റ് മാത്രമാണ് ഒരു ഫോട്ടോയ്ക്ക് കൊടുക്കുന്നത്. എഫക്റ്റിൻ്റെ ടേബിൾ എടുത്ത ശേഷം ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. രണ്ടാമത്തെ ഫോട്ടോയാണ്, അത് ശ്രദ്ധിക്കുക. അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പറഞ്ഞില്ല മുമ്പ് പറഞ്ഞ 14 സെക്കൻഡ് 52 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഒരു ഫോട്ടോ, ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് താഴെ ക്ലിക്ക് ചെയ്യുന്നത് പേസ്റ്റ് ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക. കളറിങ് ടൈമും എനേബിൾ ചെയ്യുക, അതിന് ശേഷം പേസ്റ്റ് കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. ഈ ഒരു ഫോട്ടോയ്ക്ക് മാത്രമേ ഉള്ളൂ ഈ എഫക്റ്റ് കൊടുക്കാവുള്ളത്, വേറെ ഒരു ഫോട്ടോയ്ക്കും കൊടുക്കരുത്. അതിനുശേഷം വീണ്ടും നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് എഫക്റ്റിൻ്റെ ടേബിൾ നമ്മൾ വീണ്ടും എടുക്കുക. എടുത്ത ശേഷം ഇതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന മൂന്നാമത്തെ ഫോട്ടോ ഉണ്ടല്ലോ, മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. മുമ്പ് ചെയ്തപോലെ തന്നെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ചെയ്ത ശേഷം എഫക്റ്റ് ഇല്ലാത്ത, അതായത് നെക്സ്റ്റ്, അതായത് 16 സെക്കൻഡ് 21 മില്ലി സെക്കൻഡിന് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് അയക്കുന്ന ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് എഫക്റ്റ് ലഭിച്ചു. അതിനുശേഷം നെക്സ്റ്റ് ഫോട്ടോ മുതൽ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഫോട്ടോ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഫോട്ടോ സെല്ലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ ടച്ച് ആയിട്ട് മാത്രം ഫോട്ടോ നേരാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ക്ലിക്ക് ചെയ്യുക. ബാക്കി എല്ലാ ഫോട്ടോ എൻഡ് വരെയുള്ള എല്ലാ ഫോട്ടോയ്ക്കും പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എൻഡ് വരെയും കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആകുന്നതാണ്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമായി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. സേവ് ചെയ്യാത്ത മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് വന്നത് വീഡിയോസിനകത്ത് ഫുൾ HD കൊടുത്ത ശേഷം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.